യേശു കർത്താവിൻ്റെ ധന്യമായ തിരുനാമത്തിന് മഹത്വം. ഇന്ന് കേരള പെൻ്റക്കോസ്റ്റൽ ചർച്ച് ടൊറൻറ്റോ, ഇവിടുത്തെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാമുവേൽ മാത്തൻ കർത്താവിൻ്റെ ദാസനുമായി തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വിടുതൽ സ്വർഗത്തിലെ ദൈവം നൽകി കൊടുത്തു. അതിനെക്കുറിച്ച് ഹാർവസ്റ്റ് ടി വി പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെൽക്കം പാസ്റ്റർ. ഹാർവസ്റ്റ് ടി വി വ്യൂവേഴ്സിന് വേണ്ടി പാസ്റ്ററിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യം, അതിശയകരമായ സാക്ഷ്യം, കർത്താവ് തന്ന വിടുതൽ, അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ദൈവനിയോഗത്താൽ അങ്ങനെ നമുക്കൊരു അവസരം കർത്താവ് തന്നിരിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ നാട്ടിൽ നിന്ന് ഈ ദേശത്തേക്ക് എന്നാണ് വന്നത്? മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധത്തിലാണോ അതോ ഏത് സാഹചര്യമായിരുന്നു വന്നത്? അവിടുത്തെയുള്ള ചില കാര്യങ്ങൾ, ഇവിടെ വന്നതിന് ശേഷമുള്ള മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്പമായി ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ടെസ്റ്റിമണി അല്പമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഞാനൊരു മാർത്തോമ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ ന്യൂഡൽഹിയിലേക്ക് കടന്നു വരുവാനും അവിടെ ചർച്ചക്കോടിനോടുള്ള ബന്ധത്തിൽ ആ സഭയിൽ ഞാൻ കടന്നു പോകുവാനും അവിടെ നടന്ന ബൈബിൾ ക്ലാസ്സിൽ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനും അങ്ങനെ ദൈവവചനം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ രക്ഷകനായി തീരുവാനും കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാനും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാനെല്ലാം ദൈവം എനിക്ക് കൃപ നൽകി തന്നു. ആ സമയത്ത് അവിടെ ആയിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ് ആയിരുന്നു. ഇപ്പോൾ പാസ്റ്റർ അറ്റ്ലാന്റയിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു പേട്രനായിട്ട് താൻ അവിടെ സേവനമനുഷ്ഠിക്കുന്നു. അവിടെ ആയിരുന്ന സമയത്ത് ആ ചർച്ചിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടുവാനും ആത്മീയമായി മുന്നേറുവാനും അവിടുത്തെ ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെയും എനിക്ക് ഒരു പങ്കാളിയായി തീരുവാനായിട്ടും ദൈവം എനിക്ക് കൃപ നൽകി തന്നു. സ്തോത്രം. അത് കഴിഞ്ഞിട്ടാണ് കാനഡയിലേക്ക് 1987 ഞാൻ കാനഡയിലേക്ക് വരുന്നത്. ഏകദേശം 39 വർഷം. അതെ, 37 വർഷം. കാനഡയിൽ ഞാനിവിടെ വരുവാനായിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പഠനത്തോടുള്ള ബന്ധത്തിലാണ് ഞാനിവിടെ കടന്നു വരുന്നത്. ഞാൻ കാനഡ ക്രിസ്ത്യൻ കോളേജിൽ BTHന് ചേരുകയും അവിടുത്തെ പഠനം കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ എനിക്ക് ഓർഡിനേഷൻ ലഭിക്കുകയും തുടർന്ന് ദൈവത്തിൻ്റെ വേലയിൽ ഭാഗികമായിട്ടൊക്കെ എനിക്ക് ഇൻവോൾവ് ആകുവാനെല്ലാം സഹായിച്ചു. ആ സമയത്ത് എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ തന്നത് പാസ്റ്റർ ജോസഫ് പടിഞ്ഞാറക്കരയും കുടുംബവുമായിരുന്നു. അവരാണ് എനിക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വരുന്നതിന് വേണ്ടി ഉള്ള സഹായം, ഇവിടെ വരുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങളും തുടർന്ന് കഴിഞ്ഞുള്ള സഹായങ്ങളൊക്കെയും പാസ്റ്ററും കുടുംബവുമാണ് എനിക്ക് വേണ്ടി ചെയ്തത്. ഇത്തരണത്തിൽ ഞാൻ അവരെ ആദരപൂർവ്വം ഓർക്കുകയാണ്. കൂടാതെ തന്നെ അറ്റ്ലാന്റയിലുള്ള പാസ്റ്റർ CV ആൻഡ്രൂസ് എൻ്റെ ഒരു മെൻറ്റർ കൂടിയാണ്. പാസ്റ്ററിൻ്റെ പ്രാർത്ഥനയും കരുതലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായിരുന്നു, ആശ്വാസമായിരുന്നു. സ്തോത്രം. കാനഡയിൽ അപ്പം പാസ്റ്റർ ഈ കാനഡ ക്രിസ്ത്യൻ കോളേജിൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം പാസ്റ്റർ പറഞ്ഞല്ലോ ഓർഡിനേഷൻ അവിടെ നിന്ന് ലഭിച്ചു. അതെ. അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ചർച്ച് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം തുടങ്ങിയോ അതോ കുറേ നാളുകൾ എന്തെങ്കിലും സെക്കുലർ ജോലിയുമായിട്ട് ബന്ധത്തിലായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? കുറച്ച് സമയങ്ങൾ ഞാൻ ചെറിയ ജോലിയിലൊക്കെ ഏർപ്പെടുകയും പിന്നെ നമ്മുടെ പാസ്റ്റർ പടിഞ്ഞാറക്കരയുടെ മിഷനോടുള്ള ബന്ധത്തിൽ ഇൻവോൾവ് ആകുകയും അങ്ങനെയായിരുന്നു കുറേ സമയങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായിരുന്നു മിനിസ്ട്രി? അത് ഇന്റർനാഷണൽ മുക്തി മിഷൻ. അത് രമാഭായിയുടെ ആ മിനിസ്ട്രിയായിട്ട് ലിറ്ററേച്ചർ മിനിസ്ട്രി, അതുപോലെ തന്നെ ഔട്ട്റീച്ച് മിനിസ്ട്രി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അന്ന് ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് ദൈവം അവിടെ നിന്ന് സഹായിച്ചിട്ടുണ്ട്. പാസ്റ്റർ ജോസഫ് പടിഞ്ഞാറക്കരയുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ആ ടീമുമായിട്ട് ചേർന്ന് പാസ്റ്റർ പ്രവർത്തിച്ചു. അങ്ങനെ കുറേ എക്സ്പീരിയൻസും തീർച്ചയായിട്ടും ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടി. അതിനകത്ത് പിന്നീടാണ്
സഭാ മിനിസ്ട്രിയിലേക്ക് സഭയുടെ ചാർജ് എന്നുള്ള രീതിയിലേക്ക് പാസ്റ്റർ മാറ്റപ്പെടുന്നു. അതെ, 1995 ഡാളസിലുള്ള മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് ടൊറോണ്ടോയിൽ തുടങ്ങുവാനായിട്ടിടയായി. അപ്പോൾ അന്ന് മുതൽ ആ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഞാൻ തുടരുകയും അങ്ങനെ ആത്മീയ കാര്യങ്ങളിലെല്ലാം പങ്കെടുത്ത് പല മിനിസ്ട്രീസ് അന്ന് ചെയ്യുവാനായിട്ടെല്ലാം ദൈവം അവിടുന്ന് കൃപ നൽകി തന്നു. എന്നാൽ കുറേ കഴിഞ്ഞ് മാറാനാഥ ചർച്ചിൻ്റെ അഫിലിയേഷനുമായിട്ട് ഞങ്ങൾ മാറുകയും പിന്നെ കേരള പെൻഡക്കോസ്റ്റൽ ചർച്ച് ടൊറോണ്ടോ എന്ന പേരിലുള്ള സഭയായിട്ട് ഇങ്ങനെ തുടർന്നു പോകുവാനും മിനിസ്ട്രി ചെയ്യുവാനും ഇന്നുവരെയും ദൈവം അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചർച്ചിൻ്റെ പേര് കേരള പെൻഡക്കോസ്റ്റൽ ചർച്ച് ടൊറോണ്ടോ. അതിൻ്റെ സീനിയർ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് ആ ഘട്ടങ്ങളിൽ പ്രവേശിച്ചോ അതോ ഇവിടെ വന്നതിന് ശേഷമായിരുന്നു വിവാഹവും? ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഇമിഗ്രേഷൻ എല്ലാം ലഭിച്ചു കഴിഞ്ഞാണ് ഞാൻ നാട്ടിലേക്ക് കടന്നു പോവുകയും 1994 ജാനുവരി 26 വിവാഹം നടക്കുന്നത്. വൈഫിൻ്റെ പേര് ബെറ്റി. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തത് മോള്, രണ്ടാമത്തത് മോന്, ഇളയത് മോള്. അവരെല്ലാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വലിയൊരു സാക്ഷ്യം പാസ്റ്ററുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതം, വിടുതൽ, രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം. ആ ഘട്ടങ്ങളിൽ ഈ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കവും തുടർച്ചയും, അതിലേക്ക് മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ പ്രതിസന്ധി, ബുദ്ധിമുട്ടുകൾ, അവസാനം അതിലേക്ക് ആ വിടുതലിനെ കുറിച്ച് RS TV പ്രേക്ഷകരോട് പങ്കുവെക്കുന്നതിന് ഉള്ള ഒരു സമയം പാസ്റ്റർ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. എൻ്റെ ജീവിതത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു. 2010 മാർച്ചിൽ എൻ്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞത് മൂലം എനിക്ക് എൻ്റെ ശരീരത്തിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ശ്വാസമുട്ടൽ, അതുപോലെ തന്നെ എനിക്ക് സ്റ്റെപ്പുകൾ കയറുവാനായിട്ട് കഴിയുന്നില്ല. എൻ്റെ കൈകൾക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള വേദന, ഇതെല്ലാം എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച സമയമായിരുന്നു. അതെ, ആ സമയത്താണ്. ഞാൻ പിന്നെ എൻ്റെ ഫാമിലി ഡോക്ടറിനെ ചെന്ന് കാണുകയും അദ്ദേഹം എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുവാനായിട്ടിടയായി, ഒരു പക്ഷേ ചിലപ്പോൾ ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. എന്നെ ട്രെഡ്മില്ലിൽ കുടിഞ്ഞിനെ ഓടിക്കുവാനായിട്ട് തുടങ്ങിയെങ്കിലും എനിക്ക് ഒരു 5 മിനിറ്റ് പോലും ഓടുവാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓക്കെ, വേറൊരു ഡോക്ടറിനെ റെഫർ ചെയ്തു, ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്തു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ബ്ലഡ് വർക്ക് ചെയ്യുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആ ബ്ലഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് അവർക്ക് മനസ്സിലായത് എൻ്റെ ഹീമോഗ്ലോബിൻ ഏറ്റവും താണിരിക്കുന്നു എന്ന്. ലെവൽ ഒത്തിരി താഴ്ന്നു. ഏതാണ്ട് ഇവിടുത്തെ ഈ മെഷർമെൻ്റ് അനുസരിച്ച് ഏതാണ്ട് ഒരു മനുഷ്യൻ്റെ നോർമൽ 130 ആണ്. ഞാൻ 38 മാറി. 38 മാറി. ഉടനെ തന്നെ അവരെന്നെ ബ്രാംപ്ടൺ സിവിക് ഹോസ്പിറ്റലിലേക്ക് എന്നെ അഡ്മിറ്റ് ചെയ്യുകയും എനിക്ക് 4 യൂണിറ്റ് ബ്ലഡ് ആ സമയത്ത് അവർ തരികയും ചെയ്തു. തുടർന്ന് അവർ ബോൺ മാരോ ടെസ്റ്റിന് ശേഷമാണ് എനിക്ക് ലുക്കീമിയ എന്ന് ALL എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ലിംബാറ്റിക് ലുക്കീമിയ, ALL ബ്ലഡ് ക്യാൻസർ അത് ആണെന്ന് അവർ സ്ഥിരീകരിക്കുകയും തുടർന്ന് എന്നെ ടൊറോണ്ടോയിലുള്ള ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു. ഞാൻ അവിടേക്ക് കടന്നു പോവുകയും ഏതാണ്ട് ഒരു 23 ഡേയ്സ് ഞാൻ അവിടെ അഡ്മിറ്റ് ആകുവാനായിട്ടിടയായി. തുടർന്ന് അവർ കീമോ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ
ഏതാണ്ട് 23 ദിവസം കഴിഞ്ഞ് എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഏകദേശം ഒരു 2.5 വർഷത്തോളം എനിക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എല്ലാ ആഴ്ചയിലും എനിക്ക് അവിടെ പോകേണ്ടതായിട്ട് വന്നു. ഈ ടൊറൻറ്റോ ഹോസ്പിറ്റലിലേക്ക് ബ്രാംപ്ടണിൽ നിന്ന് എനിക്ക് പ്രിൻസസ് മാർഗരറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു എവറി വീക്ക്. അപ്പോൾ ഈ കാലയളവിൽ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സഭാ ശുശ്രൂഷയുണ്ട്, പിന്നെ മാനസികമായി ഇങ്ങനൊരു വലിയ രോഗത്തിൻ്റെ അവസ്ഥ അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന, പ്രയാസം, എങ്ങനെ അതിനെയൊക്കെ ആ സമയങ്ങളിൽ കുടുംബവും മിനിസ്ട്രിയും ഈ ശാരീരിക അസ്വസ്ഥതയുടെ അവസ്ഥയും ഒക്കെ പാസ്റ്റർ ആ സമയത്ത് ആ ഘട്ടങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ പാസ്റ്റർ? ആ സമയത്ത് എൻ്റെ വൈഫ് നേഴ്സസായിട്ട് ജോലി ചെയ്യുന്നു. എന്നാൽ കുറേ സമയങ്ങൾ അവധി എടുത്തുകൊണ്ട് വീട്ടിൻ്റെ കാര്യങ്ങൾ നോക്കുകയും, കുഞ്ഞുങ്ങൾ അന്ന് ചെറുപ്രായമായിരുന്നു, അവരെ സ്കൂളിൽ കൊണ്ടുപോയി അവർക്കുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെയും നമുക്ക് മാനുഷികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒക്കെ നമുക്ക് അന്ന് നേരിട്ടിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം പ്രത്യേകമായിട്ടുള്ളൊരു കൃപ അന്ന് നൽകി തന്നു. അപ്പോൾ മിനിസ്ട്രിയിൽ പാസ്റ്റർ ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്നു, ഇങ്ങനെ മാനസിക വിഷയം. അപ്പോൾ പാസ്റ്റർ ശുശ്രൂഷയിലും തുടർന്നിരുന്നു? ഇല്ല, അന്ന് ഞാൻ ശുശ്രൂഷയിൽ തുടർന്നിരുന്നില്ല. ആ സമയത്ത് ചില വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് വന്ന് സഭയുടെ കാര്യങ്ങളൊക്കെയും അവരിങ്ങനെ നോക്കുവാനായിട്ടൊക്കെയും ആ സമയത്തൊക്കെ ഇടയായി. ആ സമയത്ത് അങ്ങനെ അത് ചെയ്യുമ്പോൾ തന്നെ സഭാജനങ്ങളിൽ നിന്ന് ഒത്തിരി സ്നേഹവും കരുതലും സപ്പോർട്ടും ഒക്കെ പാസ്റ്ററിനാവോളം ലഭിച്ചിരുന്നു അല്ലേ? വളരെയധികം ലഭിച്ചിരുന്നു. അവരുടെ പ്രാർത്ഥന, അവരുടെ ഫൈനാൻസ് സപ്പോർട്ട്, അങ്ങനെ എല്ലാ വിധത്തിലും ദൈവജനത്തിൻ്റെ സപ്പോർട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. സഭ പാസ്റ്ററിനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥന, മറ്റുള്ള സപ്പോർട്ടെല്ലാം സഭ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. കുടുംബമായിട്ട് ചെയ്തു. മുന്നോട്ടുള്ള പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ആ കോഴ്സ് കംപ്ലീഷനുള്ള ബന്ധത്തിൽ ഒരു 9 റേഡിയേഷൻ എനിക്ക് ലഭിക്കുവാനായിട്ടിടയായി. കൂടാതെ തന്നെ എൻ്റെ 12 നട്ടലിനുള്ള ഇഞ്ചക്ഷൻ എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. അത് വളരെയധികം ഭയാനകമായിട്ടുള്ള വേദന നിറഞ്ഞ ഒരു സിറ്റുവേഷനായിരുന്നു. അത് ഒരിക്കലും അനസ്തേഷ്യ തന്നിട്ടൊന്നുമല്ല, ഡയറക്റ്റ്. അത് നമുക്ക് അനസ്തേഷ്യ തന്നെങ്കിൽ തന്നെയും ആ സൂചി നമ്മുടെ ആ നട്ടലിലേക്ക് കയറുന്നത് നമുക്ക് നല്ലവണ്ണം അത് നമുക്ക് ഫീൽ ചെയ്യും. ചില സമയത്ത് അവർ കുത്തുന്ന ഏരിയയിൽ റൈറ്റായിട്ടുള്ള പ്ലേസ് കിട്ടാതെ അവർ വീണ്ടും മാറ്റി അവർ കുത്തേണ്ടതായിട്ട് വന്നു. അവരുടെ ആ കുത്തുന്ന സമയത്ത് അവരൊരു ഫ്ലൂയിഡ് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റും. അവിടുന്ന് തന്നെ വേറൊരു ഫ്ലൂയിഡ് അവരിങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ കുറേ ടൈം അതിന് വേണ്ടി എടുക്കും. ആ സമയത്തെല്ലാം അതിഭയങ്കരമായിട്ടുള്ള കഠിന വേദനയാണ്, നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. ഈ റേഡിയേഷൻ്റെ സമയത്തും ശാരീരിക പ്രയാസങ്ങളേറെ അനുഭവിച്ചു. റേഡിയേഷൻ്റെ സമയത്തും നമുക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങ് വരുന്നത് പോലെ, അതുപോലെ തന്നെ പല മണങ്ങൾ നമുക്ക് പിടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഭയങ്കരമായുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ആ സമയത്ത് നേരിടുവാനായിട്ടിടയായി. കൂടാതെ തന്നെ ആ 2.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് ശാരീരികമായിട്ട് ഒത്തിരി പെയിൻ അനുഭവിക്കാനായിട്ടിടയായി. നമ്മുടെ കൈകാലുകളുടെ ജോയിൻ്റ്, അതുപോലെ തന്നെ ഒത്തിരി പ്രയാസം, നമുക്ക് കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ ആ സമയങ്ങളിൽ കടന്നുപോയി. അത് കഴിഞ്ഞിട്ടാണ് കീമോതെറാപ്പി തുടങ്ങുന്നത്? ഇല്ല, കീമോ അതിനു മുമ്പ് തുടങ്ങി. അത് കഴിഞ്ഞിട്ടുള്ള 2.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റിൽ കീമോയും ഉണ്ടായിരുന്നു, റേഡിയേഷന്, പിന്നെ ഈ പറഞ്ഞ ലംബർ പഞ്ചർ, നട്ടലിനുള്ള ഇഞ്ചക്ഷൻ. എത്ര ഇഞ്ചക്ഷൻ ആയിരുന്നു? 12 ഇഞ്ചക്ഷൻ. അത് ഓരോ ഇഞ്ചക്ഷനും അതിവേദനയാൽ പ്രയാസപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആ 2.5 വർഷത്തെ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എവരി 6 മന്ത് എനിക്ക് ഡോക്ടറിനെ പോയി കാണണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോളോ അപ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 1 ഇയർ ആക്കി. ഇപ്പോൾ ഏകദേശം
എനിക്കൊന്ന് 2010 തൊട്ട് ഈ നിമിഷം വരെ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ഞാൻ ദൈവം എന്നെ സഹായിച്ചതുകൊണ്ട്, എന്നെ സൗഖ്യമാക്കിയതുകൊണ്ട്, അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ എന്നെ ദൈവം സൗഖ്യമാക്കിയതുകൊണ്ട് അത് കംപ്ലീറ്റ് മാറുവാനായിട്ടിടയായി. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ, ഈ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഡയബറ്റിക്കും കൂടെ കയറി പിടിച്ചു. ഇപ്പോൾ ഞാൻ ഡയബറ്റിക്കിൻ്റെതായിട്ടുള്ള മരുന്നും ഇഞ്ചക്ഷനും അതെല്ലാം നമ്മുടെ സ്ലൈഡിംഗ് സ്കെയിൽ അനുസരിച്ച് നമ്മളത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ ലുക്കീമിയ എന്ന ഈ ഒരു അസുഖത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ദൈവം ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിൽ കൂടി, പക്ഷേ ഈ പലപ്പോഴും ഇങ്ങനെയുള്ള ക്യാൻസറസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെ കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത്, കുറേ മുന്നോട്ട് പോകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ശാരീരിക പീഡ അനുഭവിച്ച്, വേദന അനുഭവിച്ച് ട്രീറ്റ്മെൻറ്റിലേക്ക് അവസാനം ഒരു ഘട്ടമാകുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. തീർച്ചയായിട്ടും അത് ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരം അതിശക്തി, ദൈവത്തിൻ്റെ കരവും കൂടാതെ തന്നെ ഈ പട്ടണത്തിലുള്ള അനേക ദൈവമക്കളും അനേക ദൈവദാസന്മാരും എന്നെ വന്ന് കാണുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം അവർ ചെയ്തതിൻ്റെയൊക്കെയും ഫലമായിട്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ ആരോഗ്യവാനായിട്ട് ഇങ്ങനെ നിൽക്കുവാനായിട്ട്. കുടുംബത്തിൻ്റെ സപ്പോർട്ട്, സഭയുടെ സഹകരണം, സപ്പോർട്ട്, തീർച്ചയായിട്ടും പട്ടണങ്ങളിലുള്ള സഭകളുടെ പ്രാർത്ഥന, വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ കരുതൽ, അവരെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു വലിയ ഒരു ആശ്വാസം. ഇങ്ങനെ പല ഘടകങ്ങൾ പാസ്റ്ററിന് ഒത്തിരി ഒരു സമാധാനത്തിൻ്റെ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അന്ന് സൃഷ്ടിക്കപ്പെട്ടത്. അത് ദൈവത്തിൻ്റെ കരമായിരുന്നു, ദൈവത്തിൻ്റെ കരമായിരുന്നു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കാൻ, വിശ്വാസികളിലൂടെ സഭയിലൂടെയൊക്കെ അനുഭവിക്കാനും കർത്താവ് ഭാഗ്യം തന്നില്ലേ? അതെ, ഞാൻ ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ കിടന്നതായിട്ട് ആ സമയത്ത് ദൈവം എനിക്ക് 2 ദർശനങ്ങൾ കാണിച്ചു തരുവാനായിട്ടിടയായി. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ 88 മാറി. അപ്പോൾ ഒരു രാത്രിയിൽ ദൈവം എനിക്കൊരു ദർശനം കാണിച്ചു തന്നു. എൻ്റെ ശരീരത്തിൽ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്ഥാനത്തൊരു ബ്ലാക്ക് സ്പോട്ടിനെ ദൈവം എടുത്തു മാറ്റി ആ സ്ഥാനത്തൊരു റെഡ് സ്പോട്ടിനെ ദൈവം ആക്കി തീർക്കുന്നതായിട്ടുള്ള ഒരു ദർശനം ദൈവം എനിക്ക് രാത്രിയിൽ കാണിച്ചു തരുവാനാണ്. അതിനുശേഷം എൻ്റെ ബോഡിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് അനുഭവിക്കാനായിട്ടിടയായി. എൻ്റെ പ്ലേറ്റ്ലെറ്റ്സ്, അതുപോലെ തന്നെ എൻ്റെ വൈറ്റ് സെൽസ്, റെഡ് സെൽസ്, ഇതിനെല്ലാം ലിറ്റിൽ ബൈ ലിറ്റിലായിട്ട് എൻ്റെ വേരിയേഷൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണുവാനായിട്ടിടയായി. അത് ഡോക്ടർമാർക്ക് അത് കാണുവാനായിട്ട് ഇടയായി. പിന്നെ വേറൊരു ദർശനം കൂടെ ദൈവം എനിക്ക് കാണിച്ചു തന്നത്, ഞാനിങ്ങനെ എൻ്റെ കാലുകളിലെല്ലാം അതിവേദനയാൽ ഞാനിങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂശിൽ കിടക്കുന്ന 6 മണിക്കൂർ ഇഞ്ചിഞ്ചായി കർത്താവ് ആ വേദന സഹിച്ചുകൊണ്ട് ആ ക്രൂശിൽ കിടക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ച ദൈവം എനിക്ക് കാണിച്ചു തരികയുണ്ടായി. അപ്പോൾ ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് അനുഭവിച്ച വേദനയെക്കാൾ ഞാൻ ഒന്നും അനുഭവിക്കുന്നില്ല എന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കുവാനും ഞാൻ ഉള്ളിൽ ധൈര്യപ്പെടുവാനായിട്ടും ദൈവം അവിടെ ഇടയാക്കി. ഈ 2 ദർശനങ്ങൾ ശരിക്കും കർത്താവ് പാസ്റ്ററിനെ ബലപ്പെടുത്തുകയായിരുന്നു. ഒരു വിശ്വാസം വർധനവ്, തീർച്ചയായും അതുപോലെ വലിയൊരു പ്രത്യാശ, അതെ, മുന്നോട്ട് ജീവിക്കും എനിക്കൊരു ജീവിതമുണ്ട്, എനിക്കൊരു മിനിസ്ട്രി ഉണ്ട്, ഇതുകൊണ്ട് ഇവിടെ തീരുന്നില്ല. കർത്താവ് ആ ദർശനത്തിലൂടെ എനിക്ക് രോഗത്തിന്റെ സൗഖ്യവും അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ ആ വലിയ യാഗത്തെ കുറിച്ചുള്ള ആ ബോധ്യവും കർത്താവിന്റെ ദാസന് ഹൃദയത്തിൽ കിട്ടിയപ്പോൾ ഉണ്ടായപ്പോൾ വലിയ ധൈര്യം കിട്ടി. അപ്പോ ഇപ്പോൾ അതെല്ലാം പൂർണ്ണമായി മാറി സഭാ ശുശ്രൂഷയുടെ മേഖലയിൽ പാസ്റ്റർ ഇപ്പോൾ പ്രവർത്തനം തുടരുകയാണ് വർദ്ധിച്ച വീര്യത്തോടെ. ഈ രോഗത്തിന്റെ അവസ്ഥകൾ എല്ലാം ദൈവം മാറ്റി സഭാജനങ്ങളോടുള്ള നന്ദിയും കർത്താവിനോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇനി കർത്താവ് തരുന്ന ആയുസ് മുഴുവൻ യേശു കർത്താവിന് വേണ്ടി വേല ചെയ്യുക, കുടുംബമായി കർത്താവിനെ സേവിക്കുക, ദൈവജനത്തെ ശുശ്രൂഷിക്കുക, കർത്താവ് തന്ന കഴിവിനും പ്രാപ്തിക്കുക. കർത്താവ്
അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ വേറെ എന്തെങ്കിലും ചലഞ്ചസുകൾ ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, രോഗത്തിൻ്റെ കാര്യം പറഞ്ഞു, മനുഷ്യരുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ പ്രത്യേകമായ എന്തെങ്കിലും കാര്യത്തിൽ അങ്ങനെ ചലഞ്ചസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ആ കാര്യത്തെക്കുറിച്ച്. സഭയോടുള്ള ബന്ധത്തിൽ എപ്പോഴും നമുക്ക് ചലഞ്ചസ് ഉണ്ട്. അത് എല്ലാ ദൈവദാസന്മാരുടെയും ജീവിതത്തിൽ ആ ചലഞ്ചസ് അവർ നേരിടാറുണ്ട്. നമ്മള് ഈ ദേശത്തായിരിക്കുമ്പോൾ ഒരു നമ്മുടെ മാതൃരാജ്യത്തിൽ നിന്ന് നമ്മൾ വേറൊരു രാജ്യത്തായിരിക്കുമ്പോൾ ഇവിടുത്തെ ജീവിത ശൈലിയുള്ള ബന്ധത്തിലും അതുപോലെ തന്നെ നമ്മുടെ താമസത്തോടുള്ള ബന്ധത്തിലും അങ്ങനെ മാനസികമായി ശാരീരികമായി ഫിനാൻഷ്യലി എല്ലാം ഒത്തിരി ചലഞ്ചസ് ഞാൻ മാത്രമല്ല അത് എല്ലാ ദൈവമക്കളും അത് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളൊരു സഭയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻസൈഡിൽ നിന്നും ഔട്ട് സൈഡിൽ നിന്നെല്ലാം പല വിധത്തിലുള്ളതായ ടെൻഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ കാണിച്ച് തന്നതായിട്ടുള്ള ആ സ്നേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ആ സ്നേഹത്തെ ഓർത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ചലഞ്ചസിനെയും നമുക്ക് ധൈര്യത്തോട് ഫേസ് ചെയ്യുവാനായിട്ട് കഴിയും. ആ കർത്താവിൻ്റെ സ്നേഹം ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ജഡത്തിൽ ചിന്തിക്കും, ജഡത്തിൽ നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. എന്നാൽ കാൽവറിയിൽ സകല മാനവജാതിക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു യാഗമായി തീർന്നത് ആ കാൽവറിയിൽ നമ്മളോട് കാണിച്ച ആ സ്നേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നെന്ന് പറഞ്ഞാലും യേശു കാണിച്ചതായിട്ടുള്ള ആ മാതൃകയെ നമ്മൾ പിൻപറ്റാമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ വിഷമം കൂടാതെ നമുക്കതിനെ ഫേസ് ചെയ്യുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പാസ്റ്ററിനെ സ്നേഹിക്കുന്നു, പാസ്റ്റർ കുടുംബത്തെ സ്നേഹിക്കുന്നു, ആ ശുശ്രൂഷ പാസ്റ്ററിന് കർത്താവ് തന്നിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യവും ഉറപ്പും ഉള്ളത് കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം കൃപ തന്നിരിക്കുന്നു. അപ്പോൾ തന്നെ എന്താണ് ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ മിനിസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമുണ്ട്. പാസ്റ്റർ ഒരു സൗമ്യമൊക്കെ എപ്പോഴും ഒരു ഹംബിൾനെസ് പാസ്റ്റർ ദർശിക്കാൻ പറ്റും. എല്ലാവരോടും സൗമ്യതയോടെ സംസാരിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അത് ക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തോട് ഏകീഭവിക്കുന്ന മിനിസ്ട്രിയിൽ വന്നപ്പോൾ ഉണ്ടായ ഒരിതാണോ അതോ നേരത്തെ തൊട്ടേ പാസ്റ്ററിന്റെ എല്ലാത്തിനോടും ഉണ്ട ഒരു പ്രതികരണവും എല്ലാം ഇങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു പാസ്റ്ററിന്റെ? മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ അതിന് ഒരുപാട് വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു രീതി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണണം, അവർക്ക് കൂടുതൽ കൈത്താങ്ങൽ കൊടുക്കണം. അപ്പോൾ ശുശ്രൂഷയുടെ മുഖത്താണെങ്കിൽ തന്നെ അവരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം, എന്നേക്കാൾ കൂടുതൽ അവർ വളർന്നു വരണം എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ ഉള്ളിൽ എനിക്കുള്ളത് കൊണ്ടാണ് ഏതൊരു വിഷയം ജീവിതത്തിൽ വന്നാലും വളരെ സൗമ്യതയോടെ അതിനെ എനിക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം എന്നിലുള്ള സൗമ്യതയെക്കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. എന്നാൽ മറ്റുള്ളവരാണ് അത് കണ്ട് എൻ്റെ ജീവിതത്തിൽ കൂടെ അത് മനസ്സിലാക്കി അത് പറയേണ്ടത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിലയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്കത് നൽകി തന്നിട്ടുണ്ട്. ഇപ്പം ആര് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും തിരിച്ച് ഞാനൊന്നും പറയാൻ പോകില്ല, നമ്മൾ പ്രതികരിക്കാനേ പോകത്തില്ല. സൗമ്യതയോട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ഇടപെടുവാനായിട്ടുള്ള ഒരു പ്രത്യേക കൃപ ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇടയ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ, അവരെ മനസ്സിലാക്കാൻ, അവരെ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ, അവർക്കും അവസരങ്ങൾ കൊടുക്കാൻ
അല്ലെങ്കിൽ ഒരു ഈഗോ ഇല്ലാതെ ഉൾക്കൊണ്ടു പോകുന്ന സ്വഭാവം ക്രിസ്തു സ്വഭാവമാണ്. അതെ, പലർക്കും ആ രീതിയിൽ എല്ലാവരും ഒരുപോലെയുള്ളവരല്ല. വിവിധ ശൈലികൾ, വിവിധ രീതികൾ, നമ്മളെല്ലാവരും യുണീക്കാണ്. അപ്പം വ്യത്യസ്തത എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് നമുക്ക് മിനിസ്ട്രിയിൽ ശരിയാണ്. നമുക്ക് സമാധാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥകളും പ്രശ്നസങ്കീർണമായ വിഷയങ്ങളും ഇപ്പോൾ രോഗത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളും സഭയുടെ പ്രവർത്തനങ്ങൾ അറിയാം. പാസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ, ഈസി അല്ല ഒരു ദൈവസഭയുടെ മുന്നോട്ടതിനെ കൊണ്ടുപോവുക. അപ്പോൾ കർത്താവിന് ഹിതകരമാവണ്ണം കർത്താവിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ സഭയെ നയിക്കുമ്പോൾ ഹൃദയത്തിൽ എപ്പോഴും ഒരു സമാധാനം, പാസ്റ്ററിന് കർത്താവിൻ്റെ ഒരു സമാധാനം, ഇത്രയൊക്കെ വിഷയങ്ങൾ. കാരണം ഈ വലിയ ഒരു വിഷയത്തെ പാസ്റ്റർ നേരിട്ട് സ്വസ്ഥതയൊക്കെ ഈ ആ സമയങ്ങളിൽ ദൈവിക സമാധാനം ശക്തമായിട്ട് ദൈവിക സമാധാനം ആ സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവവചനത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അത് വാഴണമെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു വിഷയം വന്നാലും നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അത് ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ഈ ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല. ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യത്യസ്തതയുണ്ട്. അപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് ഉറപ്പോട് ധൈര്യത്തോട് നിൽക്കുവാനായിട്ട് ശാന്തമായിട്ട് നിൽക്കുവാനായിട്ട് കഴിയും. അതൊരു കൃപയാണ്, ദൈവകൃപയാണ്. ആ ദൈവകൃപയിൽ നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ഹാർവസ്റ്റ് TV പ്രേക്ഷകരോട് ഇതുപോലെ ദുരിതത്തിൽ, ദുഃഖത്തിൽ, രോഗത്തിൽ, ഭാരത്തിൽ, അതികഠിനമായ സങ്കീർണമായ രോഗത്തിൻ്റെ ഈ അവസ്ഥയിലും പിടിച്ചു നിൽക്കുവാൻ ദൈവം കർത്താവിൻ്റെ ദാസന് കൃപ കൊടുത്തു. എന്നാൽ ആ ദൈവകൃപയെ ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രേക്ഷകരോട് പാസ്റ്ററിന് എന്താണ് പറയാനുള്ളത്, ഒരു സന്ദേശമായി പറയാനുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് ഹാർവസ്റ്റ് TV പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ദൈവം സർവശക്തനാണ്. ആ ദൈവം നമ്മെ കൈവിടത്തില്ല, ആ ദൈവം നമ്മെ ഉപേക്ഷിക്കത്തില്ല. നമ്മൾ ജോസഫിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമായി തീരുവാൻ കാരണം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കൂടെ ജോസഫ് തരണം ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിൽ തന്നെയും അതിൻ്റെ എല്ലാം നടുവിൽ ജോസഫിൻ്റെ വില്ല് ഉറപ്പോട് നിൽക്കുവാനായിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ആ ദൈവത്തിലുള്ള വിശ്വാസവും ആ ദൈവത്തിലുള്ള ആശ്രയവുമായിരുന്നു. സങ്കീർത്തനം 55:22 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല. ആകയാൽ എന്നെ വീക്ഷിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, അതേ യഹോവയിൽ പ്രത്യാശ വെക്കുക. ജീവിതത്തിൽ നമ്മളെ ഏതെല്ലാം പ്രതിസന്ധികളുടെ പോകേണ്ടി വന്നാൽ തന്നെയും അതിൻ്റെ നടുവിൽ നമ്മെ കാണുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മളോട് മനസ്സലിവ് കാണിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. അതെൻ്റെ ജീവിത അനുഭവത്തിൽ കൂടെ എനിക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയിൽ കൂടെ പോകുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ദൈവത്തിൽ ധൈര്യപ്പെടുക. അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ ശക്തീകരിക്കും, അവൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് താങ്ങും എന്ന് ഉള്ള ഒരു ആഹ്വാനമാണ് പ്രേക്ഷകരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. കർത്താവ് സഹായിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് കുടുംബമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഹാർവസ്റ്റ് TVക്ക് വേണ്ടി നന്ദി പറയുന്നു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച് ഈ വലിയ സാക്ഷ്യത്തെ, ടെസ്റ്റിമണി ദൈവനാമത്വത്തിനായി പറയുക കർത്താദാസൻ എന്ന വെള്ളത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിലുള്ള സ്നേഹം.